നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇന്ന് നമുക്ക് നോക്കാനുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. രണ്ടും ഉണ്ട്, അതായത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2025 അതിന് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 22/9/2025 ആണ്. അതായത് ഇന്ന് തൊട്ടാണ് എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിങ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം, അതായത് ഒക്ടോബർ 21, 2025 വരെയാണ്. ഒരു മാസത്തോളം സമയം തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. സ്ഥിരം പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതായത് അവസാനത്തെ ദിവസങ്ങളിലേക്ക് പോകരുത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മാസം ചാടിക്കയറി അപ്ലൈ ചെയ്യണമെന്നും പറയില്ല. കാരണം നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം സമാധാനത്തിൽ അപ്ലൈ ചെയ്യുക. ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ അവസാന ദിവസങ്ങളിലേക്ക് നീട്ടി വെക്കരുത്. സൈറ്റ് ബിസി ആവും. ചിലപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനോ സൈൻ അപ്ലോഡ് ചെയ്യാനോ സബ്മിറ്റ് ആവാനോ പേയ്മെൻറ്റ് നടത്താനോ ഒക്കെ ഡിലേ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കരുത്, അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഒരു ദിവസം സാവകാശം കൊണ്ട് തന്നിട്ടുണ്ട്. അതായത് 22/10/2025 വരെ സമയം തന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് മാത്രം നടത്താനുള്ള ഡേറ്റാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും കറക്ഷനോ മറ്റോ ഉണ്ടെന്നുണ്ട് എങ്കിൽ അതിനുള്ള സമയം തന്നിട്ടുണ്ട്. 29/10/2025 തൊട്ട് 30/10/2025 വരെ കറക്ഷൻ നടത്താനായിട്ടുള്ള സാവകാശവും തന്നിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ എക്സാം വരുന്നത് ജനുവരി മാസങ്ങളിലായിട്ടാണ്. അതായത് 2025 ഡിസംബർ 2026 ജനുവരി മാസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. അതായത് ഇപ്പം തന്നെ ഒരു 3-3.5 മാസമുള്ള സമയം ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ എക്സാമിന് പഠിക്കാനായിട്ട് സാധിക്കും, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു 3 മാസം സമയമൊക്കെ മതിയാവും, ധാരാളമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും മോക്ക് ടെസ്റ്റുകൾ എടുക്കാനായിട്ടും ഒക്കെ ഈ 3 മാസത്തോളം വളരെ ധാരാളം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. പുതിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ കൂടിയും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. പിന്നെ അതിന് ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ 3ാമത്തെ പേജിൽ ഇതിൻ്റെ പേ സ്കെയിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പേ സ്കെയിൽ വരുന്നത് പേ ലെവൽ 3 ആണ് വരുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റാണ്. പേ ലെവൽ 3യും ഗ്രൂപ്പ് സി പോസ്റ്റുമാണ്. 22,000 രൂപ തൊട്ട് 70,000 രൂപയോളമാണ് ഇതിൻ്റെ പാക്കേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും നല്ല ഒരു പാക്കേജ് പറയുന്നുണ്ട്. നമ്മുടെ ഈ ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും, ഡൽഹി തന്നെയായിരിക്കും. ഓക്കെ. ഡൽഹി പോലീസ് ആയതുകൊണ്ട് ഡൽഹി തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ജോബ് ലൊക്കേഷൻ വരിക. അപ്പം അവിടെ ഇത്രയും പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി പാക്കേജ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ 4 പോസ്റ്റുകളിലേറ്റാണ് വിളിച്ചിരിക്കുന്നത്. ആദ്യം കോൺസ്റ്റബിൾ മെയിലിൻ്റെ പോസ്റ്റാണ്. അതിൽ 4,400ഓളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഫീമെയിലിൻ്റെ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അതിൽ വേക്കൻസി വന്നിട്ട് 2,500ഓളം വേക്കൻസി എന്താണ് അതിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ പിന്നെ എക്സ് സർവീസ്മെൻ്റെ കോട്ടയെല്ലാം ഉൾപ്പെടെ മൊത്തം 7,565 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസം വരാനുള്ള സാധ്യതയും അതിൽ പറയുന്നുണ്ട്. ഓക്കെ. ഇനി 4ാമത്തെ പേജിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റിനെ പറ്റി പറയുന്നുണ്ട്. 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/7/2025 ബേസ് ചെയ്തിട്ടാണ്. 1/7/2025 ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്ത് ജനറൽകാർക്ക് 2020 7-ാം മാസം 2-ാം തീയതിക്ക് ശേഷം, അതുപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 1/7/2007 മുമ്പും ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിനിടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അപ്പോൾ അതുപോലെ SC ST കാൻഡിഡേറ്റിന് 5 കൊല്ലവും OBC കാൻഡിഡേറ്റിന് 3 കൊല്ലവും എന്തുണ്ട്, റിലാക്സേഷൻ പറയുന്നുണ്ട്. ഓക്കെ. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്പോർട്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസും പറയുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് 20, 21, 22, 23, 24 പാരഗ്രാഫുകളിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വായിച്ച് നോക്കുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പേജ് നമ്പർ 8 പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് 10+2, അതായത് +2 ആണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഈ +2ൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്വാളിഫൈ ആയിരിക്കേണ്ടത് 21/10/2025 ഡേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് +1 പാസ്സായ ആൾക്കാർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്തായിരിക്കണം അത്, ഇത് സെർവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയർഡുള്ള അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഡൽഹി പോലീസിലെ അല്ലെങ്കിൽ ഡൽഹി മൾട്ടി ടാസ്കിങ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക്, അവർക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർക്കാണ് എന്ത് ചെയ്യുക, ഈ ഒരു റിലാക്സേഷൻ അതിൽ വരിക. ഓക്കെ.
അടുത്ത ഒരു കാര്യം ക്വാളിഫിക്കേഷനിൽ അവർ പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ട് എങ്കിൽ നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും മോട്ടോർ സൈക്കിളും കാറും ഓക്കെ അതിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും. അപ്പം അതിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് അക്സെപ്റ്റബിൾ അല്ല എന്നും അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ലേണേഴ്സ് ലൈസൻസ് കൊണ്ട് പോയിട്ട് കാര്യമില്ല, നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് ഈ NCC C സർട്ടിഫിക്കറ്റ്, A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ് അതിൽ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ട് എങ്കിൽ അതിനകത്ത് 5% മാക്സിമം മാർക്ക് ഓഫ് ദി എക്സാമിനേഷൻ എന്തായിട്ട് നമുക്ക് തരും, ബോണസ് മാർക്കായിട്ട് നമുക്ക് തരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 3%, A സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 2% നമുക്ക് എന്തുകൊണ്ട് ബോണസ് മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ അഡീഷണൽ വെയിറ്റേജിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അത് വന്നിട്ട് നമുക്ക് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിപ്ലോമയോ ഉണ്ട് എന്നുണ്ട് എങ്കിൽ അതിന് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ട് എങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജ് ബോണസ് മാർക്ക് നമുക്ക് അഡീഷണൽ മാർക്ക് നമുക്ക് എന്തുകൊണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് വളരെ വിശദമായി തന്നെ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് അതിന് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കയറി അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ssc.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിലെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഓൾഡ് വെബ്സൈറ്റായ ssc.nic.in ആണെന്നുണ്ട് എങ്കിൽ അതിലാണ് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ കാര്യമില്ല, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ പുതിയ വെബ്സൈറ്റായ ssc.gov.in അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടെന്ന് പേജിൽ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും പേജ് നമ്പർ 11 ഓൺലൈൻ പേയ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് 100 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. 100 രൂപ മാത്രമേ എന്തെങ്കിലും വരുന്നുള്ളൂ, എക്സാം ഫീസായിട്ട് വരുന്നുള്ളൂ. അത് എന്താണ് വുമൺ കാൻഡിഡേറ്റിനും അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും എക്സറീസിനും എന്താണ് ഈ പിയിൽ നിന്നിട്ട് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരില്ല. മെയിൽ കാൻഡിഡേറ്റിന് മാത്രം എന്ത് ചെയ്താൽ മതിയാകും, മെയിൽ ജനറൽ കാറ്റഗറിയിലും OBC കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ഈ ഫീസായിട്ട് വരുന്നത്. 100 രൂപയുള്ള വളരെ നിസ്സാര തുകയാണ്. അതുകൊണ്ട് പേയ്മെന്റ് ഫീസ് എന്നുള്ളതൊരു അപ്ലൈ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. ഇനി എക്സാമിൻ്റെ സിലബസിനെ പറ്റി പാറ്റേണിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും, നമ്മുടെ ഒബ്ജക്റ്റീവ് മോഡൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ഇതിനു മുമ്പേ എഴുതിയ CGL-ഉം സെലക്ഷൻ പോസ്റ്റും ആ സെയിം മോഡൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എൻഡൂറൻസിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം മെഷറിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അതായത് നമ്മുടെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷറിംഗ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷനും കൂടെ എന്ത് ചെയ്യും, ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിന് നടത്തും. ഇങ്ങനെയാണ് എക്സാമിൻ്റെ ആ ഒരു സ്കീം വരുന്നത്. ഇനി ഇതിനകത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ കാര്യം ആദ്യം നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അതിൽ പതിവ് പോലെ എന്താണ് 100 മാർക്കിൻ്റെ എക്സാമാണ് നടത്തുക. 100 ക്വസ്റ്റ്യനും 100 മാർക്കിൻ്റെ എക്സാമാണ് നടത്തുക. ഈ 100 മാർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ 4 പാർട്ടുകളുണ്ട്. പാർട്ട് എയിൽ ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫെയർ ആണ് വരിക. അതിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 50 മാർക്കും ആ ക്വസ്റ്റ്യൻസിന് ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞ ശേഷം പാർട്ട് ബി റീസണിംഗ് ആണ്. റീസണിങ്ങിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 25 മാർക്കും ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വെച്ചിട്ട് ദെൻ അതിനെ തുടർന്നിട്ട് ഒരു ന്യൂമറിക്കൽ എബിലിറ്റി നമ്മുടെ മാത്സിൻ്റെ എക്സാം പാർട്ട് ഉണ്ടാവും. ആ പാർട്ടിൽ 15 ക്വസ്റ്റ്യനേ ഉള്ളൂ, 15 മാർക്കേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പേപ്പർ ഉണ്ടാവും, അതിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 മാർക്കും ഉണ്ടാകും. അങ്ങനെ മൊത്തം 90 മിനിറ്റ് സമയമാണ്, 1.5 മണിക്കൂർ സമയമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ തരുന്നത്. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് കാണുന്നത് നമുക്ക് മാത്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം പകുതി മാർക്കോളവും ജനറൽ നോളജ് അല്ലെങ്കിൽ കറണ്ട് അഫെയറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാൽഭാഗം മാർക്കോളം റീസണിങ് എല്ലാവർക്കും പൊതുവെ എളുപ്പമുള്ളൊരു വിഷയമാണ് റീസണിങ് എന്ന് പറയുന്നത്. ആർക്കും റീസണിങ് ഒരു ചലഞ്ചായിട്ട് ഇന്നവരെ കേട്ടിട്ടില്ല, എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റിയിലാണ്. അത് 15 മാർക്കിന് മാത്രമേ ഉള്ളൂ. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കാണുക ഈ എക്സാം മാത്സ് പാടായിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറിന് വരുന്നുണ്ട്. കമ്പ്യൂട്ടറിനും 10 മാർക്ക്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പാടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഈ പറഞ്ഞ MS Excel, MS Word, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇന്റർനെറ്റിനെ പറ്റിയും പിന്നെ വെബ് ബ്രൗസേഴ്സിനെ പറ്റിയും അങ്ങനെയുള്ള വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കമ്പ്യൂട്ടറും ചെയ്യത്തുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കണക്കൂട്ടാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് പാടുള്ള മാത്സ് കുറച്ച് നമ്പർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/4 മാർക്ക്
മാർക്കാണ് എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്കായിട്ട് പോവുക. ഇത് നമ്മൾ അറ്റൻഡ് ചെയ്ത് തെറ്റിച്ച ക്വസ്റ്റ്യൻസിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ നെഗറ്റീവ് മാർക്ക് നമുക്ക് പോകത്തുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ എക്സാം എന്നാണ് ഇംഗ്ലീഷും ഹിന്ദിയും 2 ലാംഗ്വേജിലും നമുക്ക് എന്താണ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെ. അടുത്ത 16ാമത്തെ പേജിനകത്ത് ജനറൽ നോളജ് കറണ്ട് അഫെയറിൻ്റെ വളരെ വിശദമായിട്ടുള്ള സിലബസ് കാര്യങ്ങളുണ്ട്. പിന്നെ റീസണിങ്ങിൻ്റെ ആണെങ്കിലും ന്യൂമറിക്കൽ എബിലിറ്റിയുടെ ആണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ആണെങ്കിലും വളരെ വിശദമായിട്ട് ഇതിനകത്ത് സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു പേജിൽ, അതായത് പേജ് നമ്പർ 16 തന്നെ ഫിസിക്കൽ എൻഡൂറൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടെസ്റ്റിനെ പറ്റി വിശദമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ആദ്യം മെയിൽ കാൻഡിഡേറ്റിൻ്റെ കാര്യമാണ്, ഫിസിക്കൽ എൻഡൂറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏജ് 30 വരെ ഉള്ളവർക്ക് 1600 മീറ്ററിൻ്റെ റേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ 6 മിനിറ്റ് സമയമാണ് വന്നിരിക്കുന്നത്. പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും അതിൻ്റെതായ അളവുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ് ടു 30 to 40 വരെ ഉള്ളവരുടെയും എബോവ് 40 ഏജ് ഉള്ളവരുടെ, എക്സ് മിലിറ്ററിയുടെ കാര്യമാണ് എബോവ് 40 എന്നവർ ഉദ്ദേശിക്കുന്നത്. അവർക്കും ഈ 1600 മീറ്റർ ഓടാനുള്ള സമയവും പിന്നെ ലോങ് ജമ്പിൻ്റെയും ഹൈ ജമ്പിൻ്റെയും ലെങ്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 170 സെൻറ്റിമീറ്റർ പൊക്കമാണ് വേണ്ടത്. ഓക്കെ, 170 സെൻറ്റിമീറ്റർ പൊക്കമാണ് മിനിമം മെയിലിൻ്റെ പൊക്കമായിട്ട് പറയുന്നത്. പിന്നെ അതിൽ റിലാക്സേഷൻസ് ഉണ്ട്. അതായത് ഹില്ലി ഏരിയ ആണ്, അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ഹില്ലി ഏരിയ അവിടെ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ എന്തുകൊണ്ട് റിലാക്സേഷനും അതിനകത്ത് കൊടുക്കുന്നുണ്ട് അവർ. പിന്നെ ACSC കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. ഡൽഹി പോലീസ് എന്നിട്ട് സെർവിങ് റിട്ടയർഡ് ഡിസീസ്ഡ് ആയിട്ടുള്ളവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൊടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് അളവ് പറയുന്നുണ്ട് 81 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്ക് 4 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വരും എന്ന് പറയുന്നുണ്ട്. അതിലും ഈ പറഞ്ഞ ആൾക്കാർക്കുള്ള റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ റിലാക്സേഷനാണ് അതിൽ കൊടുത്തേക്കുന്നത്. ദെൻ അതിനെ കഴിഞ്ഞിട്ട് എന്നാണ് ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ ഫിസിക്കൽ എൻഡൂറൻസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത പേജിൽ 17ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ് ടു 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 1600 മീറ്റർ ഓടാനായിട്ട് 8 മിനിറ്റ് സമയമാണ് കൊടുത്തിരിക്കുന്നത്. ലോങ് ജമ്പ് 10 അടിയാനുള്ളത്, ഹൈ ജമ്പ് 3 അടിയാനുള്ളത്. തുടർന്ന് ബാക്കിയുള്ളവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ കാര്യവും ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ട് എങ്കിൽ 157 സെൻറ്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഹൈറ്റിൻ്റെ കാര്യം പറയുന്നത്. അതിനെ പിന്നെ 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ കേസിലുള്ള ആൾക്കാർക്കൊക്കെ 2 സെൻറ്റിമീറ്റർ റിലാക്സേഷനും കൊടുക്കുന്നുണ്ട്. 18ാമത്തെ പേജിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയുന്നുണ്ട്. അതായത് 6/12 വിഷൻ വേണം എന്ത് ചെയ്യാനായിട്ട്, വിത്തൗട്ട് ഗ്ലാസ് ആണ് ഈ 6/12 വിഷൻ പറയുന്നത്. പിന്നെ തുറന്നിട്ട് ടാറ്റു ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വിശദമായി തന്നെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയുമൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കരുത്. 1 മാസത്തോളം സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അടുത്ത മാസം 21-ാം തീയതി വരെയാണ് എന്ത് ചെയ്യാനായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ദിവസം ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വൈകിക്കരുത്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക. 3 മാസത്തോളം സമയമുണ്ട് എക്സാമിന് പഠിക്കാനായിട്ട്. അപ്പം താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ട് എങ്കിൽ 24/9/2025 ലക്ഷ്യയിൽ പുതിയ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യം നമുക്ക് ഒരു 3 മാസത്തോളം സമയം നമുക്ക് കിട്ടും പഠിക്കാനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ ഏതാണ്ട് 3 മാസത്തോളം സമയം നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഈ 24-ാം തീയതി തുടങ്ങുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ എക്സാമിന് ഉറപ്പായിട്ടും ഈ എക്സാമിന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്യയുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.